ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദി ഹിറ്റ്ലറെ മാതൃകയാക്കുമ്പോൾ പിണറായി നരേന്ദ്രമോദിയെ മാതൃകയാക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസൻ. ജനസംഖ്യാ വർധനയുടെ പേരിൽ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന വാദം അപ്രായോഗികമെന്ന് നാഷണൽ ഹിന്ദു ലീഗ്. ചികിത്സാ പിഴവ് മൂലം വലതുകൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരി വിനോദിനിക്ക് വീട് നൽകാനൊരുങ്ങി ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ്. പുതുവർഷം മധുരവർഷം ആഘോഷ പരിപാടിയുമായി ബേക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള. കാജുകാഡോ മാർഷൽ ആർട്സ് ടൂർണമെന്റ് സമാപിച്ചു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നരേന്ദ്രമോദി ഹിറ്റ്ലറെ മാതൃകയാക്കുമ്പോൾ പിണറായി നരേന്ദ്രമോദിയെ മാതൃകയാക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും എം ഹസൻ കോഴിക്കോട്ട് പറഞ്ഞു. പിണറായി വിജയന്റെ ഭരണം ഫാസിസ്റ്റ് ഭരണമാണ് എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായിയോട് സംസാരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ സുബ്രഹ്മണ്യം ഫോർവേഡ് ചെയ്തതിന് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു. വെറും കേസല്ല, കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത്. പിണറായി വിജയൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കലാപാഹ്വാനം നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദി ഹിറ്റ്ലറെ മാതൃകയാക്കി ഭരിക്കുമ്പോൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ മാതൃകയാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നടപടികൾക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിൽ, പ്രതിരോധത്തിൽ, രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നില്ലെങ്കിലും കോൺഗ്രസ് അനുഭാവമുള്ള ജനശ്രീ മിഷനും അതിൽ പങ്കുചേരുന്നു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അർഹതയുള്ള ആളുകളെ പരിഗണിക്കും. അതില് യുവാക്കള്, വനിതകള്, വളരെ പരിചയസമ്പന്ന എല്ലാവരെയും പരിഗണിക്കണമെന്നുള്ള ഒരു ബ്രോഡർ സമീപനം സ്വീകരിച്ചു. ശ്രീ KC വേണുഗോപാൽ AICCയുടെ സെക്രട്ടറിയോടെ പ്രഖ്യാപിച്ചു. ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാൻ പാടില്ല. പാർട്ടി തീരുമാനിക്കും. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് എന്റെ കാര്യം ചോദിച്ചപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ ഞാനല്ല, ഏത് കോൺഗ്രസ് നേതാവും അതനുസരിക്കണ്ടേ? പാർട്ടി തീരുമാനിച്ചാൽ ഞാനും മത്സരിക്കും. അത്രയേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനസംഖ്യാ വർധനവിന്റെ പേരിൽ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന വാദം അപ്രായോഗികമെന്ന് നാഷണൽ ഹിന്ദു ലീഗ്. അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവ് നാടിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വോട്ടിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വാദം വന്നിട്ടുള്ളത്. ആ വോട്ട് വർഗീയ പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് പറയുന്നത് ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കണം. അങ്ങനെ ജനസംഖ്യാ വർധനവ് കൊണ്ട് മലപ്പുറം നിവാസികൾ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ അവര് മലപ്പുറംകാരെ എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്ത് അതിനെ മലപ്പുറത്തിന്റെ ജില്ലാ അതിർത്തിയിൽപ്പെടുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തൊട്ടടുത്ത അതിർത്തിയിലുള്ള ജില്ലകളിലേക്ക് ലയിപ്പിക്കാൻ ശ്രമിക്കണം. ജനസംഖ്യാ വർധന കാരണം മലപ്പുറത്തിന് ശ്വാസം മുട്ടുന്നുവെങ്കിൽ അതിർത്തി പ്രദേശങ്ങളെ അയൽ ജില്ലകളിൽ ലയിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നും നാഷണൽ ഹിന്ദു ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. അത് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്നില്ലെന്നും പുതിയ ജില്ല രൂപീകരിക്കുമ്പോൾ ശതകോടികളുടെ അധിക ചിലവാണ് സർക്കാരിന് വരികയെന്നും അവർ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ അന്യായ വാഗ്ദാനങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും
ഭാരവാഹികൾ പറഞ്ഞു. നാഷണൽ ഹിന്ദു ലീഗ് പ്രസിഡന്റ് മൂക്കാപ്പുഴ നന്ദകുമാർ, ജനറൽ സെക്രട്ടറി ഭരത് കെ മേനോൻ, ട്രഷറർ വത്സമ്മ രാജൻ, ചന്ദ്രൻ മയൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതുവർഷം മധുരവർഷം ആഘോഷവുമായി ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികളോടൊപ്പം നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർവഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുതുവർഷാഘോഷം കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം പുതുവർഷം മധുരവർഷം എന്ന പേരിൽ ആഘോഷിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് കേക്ക് മുറിച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സരള മേഡത്തിന് മധുരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഏതായാലും വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും അവരോടൊപ്പം ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് അധികവും ഇരിക്കുന്നത്. അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് മാറി നടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള മനുഷ്യരോടൊപ്പം സഹജീവികളോടൊപ്പം ജീവിക്കുന്ന നമുക്കും അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള നല്ല മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടാവുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലുള്ള ഇത്തരം ഒത്തുചേരലുകൾ, മധുരമുള്ള ഒത്തുചേരലുകൾ തീർച്ചയായും നമ്മുടെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായി മാറും. കൊച്ചിൻ ബേക്കറി ചെയർമാൻ ഗിന്നസ് രമേശ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ദേവദാസ് തായാട്ട് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ ബിന്ദു ഉദയൻ, വ്യാവസായിക പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സി ചാക്കുണ്ണി, റീഗൽ ബേക്സ് ചെയർമാൻ കെ രഞ്ജിത്ത്, ബേക്ക് ജില്ലാ സെക്രട്ടറിമാരായ എ കെ ജുനൈസ്, ജില്ലാ ട്രഷറർ ഷോജിൽ അശോക്, സേവ് ഗ്രീൻ പ്രസിഡന്റ് എം പി രജുൽ കുമാർ, ബേക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി സലാം സ്റ്റാൻഡേർഡ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാജു കാഡോ കരാട്ടെ മാർഷൽ ആർട്സ് ടൂർണമെന്റ് സമാപിച്ചു. സമാപന സമ്മേളനം മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾ മേയറിൽ നിന്നും ട്രോഫി സ്വീകരിച്ചു. Get up,
കാജുകാടോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഓൾ കേരള ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റ് സമാപിച്ചു. സമാപന സമ്മേളനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സെൻസായ് ജയരാജ് അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ്, BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു, കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർമാരായ CP സലീം, VP മനോജ്, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ C മധുകുമാർ, ഡോക്ടർ K മൊയ്തു, M പ്രസന്ന, K സേതുമാധവൻ, P കിരൺകുമാർ, T സുജൻ, CP സുലൈമാൻ, രേണുക ദേവി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചികിത്സാ പിഴവ് മൂലം വലതുകൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരി വിനോദിനിക്ക് ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കരുതൽ. വിനോദിനിക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. പേരൻസിന് പിന്നീട് എന്താണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വീടാണ് അവർക്കൊരു വലിയ പ്രശ്നമായി അവരുണ്ടായിരുന്നത്. അവർ നിലവിൽ വാടക വീട്ടിലാണ്, അവരുടെ പേരിൽ സ്ഥലം മറ്റൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ട്രസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും അവരെ വീട് ഞങ്ങൾ പണിയാം എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ അവർക്കിപ്പോൾ പേരിൽ സ്ഥലമില്ല. ഞങ്ങൾ സാധാരണ 3-4 സെന്റെങ്കിലും സ്ഥലമുള്ള ആളുകൾക്കാണ് വീട് ചെയ്യുന്നത്. അവർക്ക് പേരിൽ ഇപ്പോൾ സ്ഥലമില്ല. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് പെട്ടെന്ന് പണി തുടങ്ങാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിനോദിനിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മലപ്പുറം ആസ്ഥാനമായ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വീട് നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും ട്രസ്റ്റ് വഹിക്കും. കുടുംബത്തിന് സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ അത് ലഭ്യമാകുന്ന മുറയ്ക്ക് പണി ആരംഭിക്കുമെന്നും ചെയർമാൻ ഡോക്ടർ PN ഷബീലും സെക്രട്ടറി അബ്ദുറഹിമാൻ മാനോളിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഒരു തറവാട് വീട്ടുമുറ്റത്ത് എക്സ്പോ ഒരുക്കി കുടുംബ കൂട്ടായ്മ. കുറ്റിച്ചിറ പൊന്മാണിച്ചണ്ടകം വെൽഫെയർ കമ്മിറ്റിയാണ് വിപണനമേള സംഘടിപ്പിച്ചത്. 5 തലമുറ പിന്നിട്ട പ്രാചീന മുസ്ലിം തറവാട് കുടുംബ കൂട്ടായ്മയിലാണ് അവരവരുടെ ഉൽപ്പന്നങ്ങളുമായി എക്സ്പോ ഒരുക്കിയത്. വിപണനമേള കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഉദ്ഘാടനം ചെയ്തു. സ്നേഹം, സന്തോഷം അതൊന്നും ആരും എവിടെയും ലേബൽ ചെയ്യുന്നില്ല. ബില്ല് എഴുതുമ്പോ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ പേര് മാത്രം എഴുതും, പിന്നെ എഴുതുക ടാക്സ്, GST അതൊക്കെ എഴുതാം. അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഒരു കോളം കൂടെ കോഴിക്കോട് നിന്ന് വിൽക്കുന്ന ബിസിനസ്സിൽ ഉണ്ടാവണം. അതിന്റെ പേര് സ്നേഹം എന്നാണ്. അത് അക്കൗണ്ടബിൾ ആവാറില്ല. അതുകൊണ്ട് ഈ നാട്ടിലുള്ള, കോഴിക്കോടുള്ള, കുറ്റിച്ചിറയിലുള്ള സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു കഴിവാണ് ലോകത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു എക്സ്പോ വീടിന്റെ മുറ്റത്താ വെച്ചിരിക്കുന്നത്. ആ എക്സ്പോയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ കഴിവാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. തെക്കേപ്പുറത്തെ പലഹാരങ്ങളാണ് എക്സ്പോയിൽ ആകർഷണീയമായത്. 2 വർഷം കുടുംബാംഗങ്ങൾ മാത്രമായിരുന്ന എക്സ്പോ ഈ തറവാടിൻ്റെ മുറ്റത്ത് വെച്ച് നടത്തുകയും ഈ തവണ പിന്നിലുള്ള ഗ്രൗണ്ട് സൗകര്യം ലഭിച്ചതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള കുറച്ച് ആളുകളെയും കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത വർഷവും ഇത് തുടർന്നു പോകണമെന്നാണ് വെൽഫെയർ കമ്മിറ്റിയുടെ ആവശ്യം. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഉൾപ്പെടെ മേളയിലുണ്ടായിരുന്നു. PWD പ്രസിഡന്റ് CA ഉമ്മർ കോയ അധ്യക്ഷനായി. സെക്രട്ടറി PA ഇക്രിമത്ത്, PN വലീദ്, ട്രഷറർ PA റബിയത്ത്, PA സാജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതുപോലെ ഈ തറവാടിന്റെ കൂട്ടായ്മ തന്നെയാണ് മെയിൻ. ഇനിയുള്ള തലമുറ ഇത് കണ്ട് പഠിക്കണം. കാരണം ഇതാണ് തലമുറക്ക് ഇല്ലാത്തത്. ഇനി വരുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വേണം കുട്ടികൾ ഭാവിയിൽ ചെയ്യാൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize, Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ വിളി തുടങ്ങി.
ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ 7ാമത് അമേരിക്കാസ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനലിൽ ശാസ്ത ഹോംസിനെ പരാജയപ്പെടുത്തി SFS പാളയം ചാമ്പ്യന്മാരായി. കളിക്കളത്തിലെ മിന്നും പോരാട്ടത്തിനാണ് കഴിഞ്ഞ 14 ദിവസങ്ങളായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് സാക്ഷിയായത്. കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ 7ാമത് അമേരിക്കാസ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ ശാസ്ത ഹോംസിനെ പരാജയപ്പെടുത്തി SFS പാളയം ചാമ്പ്യന്മാരായി. ശാസ്ത ഹോംസാണ് റണ്ണേഴ്സ് അപ്പ്. ടോപ്പ് സ്കോററായി മിയോറയിലെ P മുഹമ്മദിനെയും മികച്ച കളിക്കാരനായി SFS പാളയത്തിലെ KP നിതീഷിനെയും മികച്ച ഗോൾ കീപ്പറായി അസ്മ ടീമിലെ K സലീമിനെയും തിരഞ്ഞെടുത്തു. വിജയികൾക്ക് അമേരിക്കാസ് വാട്ടർ സൊല്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ മുബാറക് കാക്കു ട്രോഫികൾ വിതരണം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ ഷഫറി വെള്ളയിൽ, SFF പാളയം ഡയറക്ടർ ഷിബിലി അക്ബർ, സംഘാടകരായ NK അൻവർ, സുനിൽ മാധവ്, ഷമീം റാസ, ഡോക്ടർ S അരുൺ, അസ്കർ പെപ്പർ ഗ്രേ, സമദ് അസ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ കളിക്കാരെ പരിചയപ്പെട്ടു. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പെൺകുട്ടികളുടെ ഫുട്ബോൾ പ്രദർശനം കാണികളുടെ മനം കവർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CVN കളരിയുടെ 75ാം വാർഷികാഘോഷം വീരസ്മൃതി ജനുവരി 10 കോഴിക്കോട് ബീച്ചിൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ തോട്ടത്തിലെ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. നമ്മുടെ കളരിപ്പയറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെയുള്ള ഇന്ത്യയിലെ മിക്കവാറും ആർട്ട് ഫോംസിനുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞപ്പം ഇവിടെയുള്ളത് തന്നെ പറഞ്ഞാൽ തെയ്യം, കഥകളി, അല്ലാതെ മോഹിനിയാട്ടം, ഭരതനാട്യം. സൗത്തിൽ കുറേ കൂടി ഇൻഫ്ലുവൻസ് ഉണ്ട്. കൂടാതെ പറഞ്ഞാൽ നോർത്തിലും അതേപോലെ തന്നെ ഇതിനെ ലോകത്തിലെ മിക്കവാറും ആർട്ട് ഫോംസും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മൂവ്മെന്റ്സ് പലവരും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്യൻ തിയേറ്ററും അതേപോലെ കണ്ടംപററി ആർട്ട് ഫോം അങ്ങനെയുള്ള എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിലുള്ള ആളുകൾ കുറേ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അത് യൂറോപ്യൻ തിയേറ്ററിലൊക്കെ ആയിട്ട് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ബേസ് ചെയ്തിട്ടുള്ള ഒരു റാമ്പ് ഷോ ആണ് ചെയ്യുന്നത്. വീരസ്മൃതി ആഘോഷ പരിപാടികളിൽ ഷഡ്ചക്ര ആയുർവേദ ഉൽപ്പന്നങ്ങൾ MK രാഘവൻ MP പുറത്തിറക്കും. നിരഞ്ജന അനൂപ്, അതുല്യ ചന്ദ്ര, ചാന്ദിനി ശ്രീധരൻ എന്നിവർക്ക് ബീക്കൺ പുരസ്കാരം MK മുനീർ MLAയും വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P നിഖിലും സമ്മാനിക്കും. കളരിപ്പയറ്റിന്റെ തീമാറ്റിക് അവതരണമായ വീരകലാ കളരിപ്പയറ്റും ഭാരതീയ നൃത്തരൂപങ്ങളും സമന്വയിക്കുന്ന നൃത്താവിഷ്കാരം തന്മയി, റഷ്യൻ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അമാനത്ത്, ലോകത്തെ സാംസ്കാരിക വ്യത്യാസങ്ങളുടെ ദൃശ്യാവിഷ്കാരം നൃത്യ തരംഗ്, ജപ്പാൻ കലാകാരി അവതരിപ്പിക്കുന്ന ബോൺ ഒഡോരി എന്ന നൃത്തരൂപം എന്നിവയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ അനിൽകുമാർ ഗുരുക്കൾ, സുനിൽകുമാർ ഗുരുക്കൾ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MK രാജഗോപാലൻ, കൺവീനർ MC സുദേശ് കുമാർ, വൈസ് ചെയർമാൻ MGK രുഗേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് പരപ്പിൽ സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19ാമത് വീടിന് തറയിട്ടു. മൈ ഹാർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ അലി ഫൈസലാണ് തറയിടൽ കർമ്മം നിർവഹിച്ചത്. പയ്യാനക്കൽ അൽഫല സ്കൂളിന് സമീപം ചിറ്റലക്കാട് പറമ്പിൽ 3 സെന്റ് സ്ഥലത്താണ് പരപ്പിൽ സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് വീട് പണിയുന്നത്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 19ാമത്തെ വീടിന് തറയിട്ടത്. മൈ ഹാർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ അലി ഫൈസൽ തറയിടൽ കർമ്മം നിർവഹിച്ചു. ഉദ്ദേശശുദ്ധി നല്ലതെങ്കിൽ എക്കാലവും നിലനിൽക്കും. CSCO ഇക്കാര്യത്തിൽ മാതൃകയാണെന്ന് ഡോക്ടർ അലി ഫൈസൽ പറഞ്ഞു. മെമ്പേഴ്സിന്റെ ഉദ്ദേശശുദ്ധി ആൻഡ് നിയത്തുണ്ടല്ലോ, നിയത്ത് കറക്റ്റ് ആണെങ്കിൽ മുന്നോട്ട് പോകുന്ന പറയുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ ആരും അതൊരു പബ്ലിസിറ്റിക്കോ ഒരു വളരെ ലോക്കി ആയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്.
CSCO വിൽ കണ്ടിന്യൂ. നമ്മളെല്ലാം പോയിട്ട് CSCO ഹാസ് ടു കണ്ടിന്യൂ. അതൊരു എസെൻഷ്യൽ തിങ് ആണ് കോഴിക്കോടുള്ള തെക്കേപ്പുറം ഭാഗത്തുള്ള കമ്മ്യൂണിറ്റിക്ക്. ആൻഡ് അതൊരു മോർ ഇൻക്ലൂസീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, സെക്രട്ടറി PVC യൂനുസ്, കൺവീനർ PM മെഹബൂബ്, CA ഉമ്മർ കോയ, AV അബ്ദുൽ കരീം, S അബ്ദുൽ റഹ്മാൻ, ആദം ഖാദിരിയത്ത്, ഡോക്ടർ OP മുഹമ്മദ് അലി, PN വലീദ്, EV മാലിക്, CVE ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പൂഴ്ത്തിവെപ്പ് നടത്തി കോഴിക്ക് കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് വില കുത്തനെ ഉയർത്തുന്ന വൻകിട ഫാമുകളുടെ നടപടിക്കെതിരെ ചിക്കൻ വ്യാപാരികൾ കടയടപ്പ് സമരത്തിലേക്ക്. കോഴിയിറച്ചി ബ്രോയിലറിന് കിലോയ്ക്ക് 290 രൂപയും ലഗോണിന് 230 രൂപയും സ്പ്രിങ്ങിന് 340 രൂപയുമാണ് നിലവിലെ വില. ക്രിസ്മസ്, ന്യൂ ഇയർ, സ്കൂൾ അവധി എന്നിവയുടെ മറവിൽ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഫാം ഉടമകൾ വില വർദ്ധിപ്പിക്കുന്നതെന്ന് ചിക്കൻ വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുസ്തഫ കിണാശ്ശേരി പറഞ്ഞു. പൂഴ്ത്തിവെപ്പ് നടത്തുന്ന ഫാമുകളിൽ സിവിൽ സപ്ലൈസ് അധികൃതർ റെയ്ഡ് നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. നടപടികൾ ഇല്ലാത്ത പക്ഷം കോഴിക്കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനും തീരുമാനിച്ചു. സ്നേഹം കൂട്ടായ്മ ആഴ്ചവട്ടം കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പ്രസവ വാർഡിലേക്ക് ഫാനുകൾ നൽകി. സ്നേഹം കൂട്ടായ്മ ചെയർമാൻ BK പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. RMO ഡോക്ടർ ബിന്ദു AV അധ്യക്ഷയായിരുന്നു. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ശ്രീന, ആശുപത്രി ജൂനിയർ സൂപ്രണ്ട് രശ്മി, നഴ്സിംഗ് സൂപ്രണ്ട് ഇൻചാർജ് സ്വപ്ന, SN റഷീദ, സീനിയർ നഴ്സിംഗ് ഓഫീസർ കൊച്ചുമോൾ, സ്റ്റോർ സൂപ്രണ്ട് അനിൽ എന്നിവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നരേന്ദ്രമോദി ഹിറ്റ്ലറെ മാതൃകയാക്കുമ്പോൾ പിണറായി നരേന്ദ്രമോദിയെ മാതൃകയാക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. ജനസംഖ്യാ വർധനയുടെ പേരിൽ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന വാദം അപ്രായോഗികമെന്ന് നാഷണൽ ഹിന്ദു ലീഗ്. ചികിത്സാ പിഴവ് മൂലം വലുതുകൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരി വിനോദിനിക്ക് വീട് നൽകാനൊരുങ്ങി ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ്. പുതുവർഷം മധുരവർഷം ആഘോഷ പരിപാടിയുമായി ബേക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള. കാജുകാഡോ മാർഷൽ ആർട്സ് ടൂർണമെന്റ് സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.